2 പതിറ്റാണ്ടോളം സംഘപരിവാറിൽ പ്രവർത്തിച്ച് അവരിൽ ഒരാളായി അവരുടെ അറ്റാക്കിംഗ് പ്ലാനുകളുടെ ഭാഗമായ യശ്വന്ത് ഷിൻഡെ എന്ന മുൻ RSS പ്രചാരക് പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരനും കേട്ടിരിക്കേണ്ടതാണ്. രാജ്യത്തുടനീളം സംഘം നിരവധി ബോംബാക്രമണങ്ങൾ സംഘടിപ്പിച്ചതായും ബോംബ് പരിശീലനം നടത്തുന്നതായുമുള്ള വെളിപ്പെടുത്തലിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ ദിവസം RSSനെയും ബജ്രംഗ് ദളിനെയും VHPയെയും നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കർണാടക ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ സൺഡേദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രത്യേക CBI കോടതിയിൽ 2022 ഓഗസ്റ്റിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇവിടെയും ആവർത്തിക്കുന്നത്. നന്ദേഡിലെ RSS പ്രവർത്തകന്റെ വീട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് 2 പേർ കൊല്ലപ്പെട്ടെന്നാണ് കേസ്. ഈ കേസിൽ സാക്ഷിയാക്കണമെന്ന് ഷിൻഡെ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ആ അപേക്ഷ തള്ളുകയാണ്. പിന്നീട് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എല്ലാ സംഘപരിവാർ പ്രവർത്തകരെയും വെറുതെ വിടുന്നു. ഷിൻഡെയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മോദി അധികാരത്തിലേറിയ 2014 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിൽ 100 കണക്കിന് സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു സംഘപരിവാറിന്റെ പദ്ധതി. എന്നാൽ ബോംബ് നിർമ്മാണ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത ചിലരെ പിന്തിരിപ്പിച്ചതിനാൽ പലതും നടക്കാതെ പോയി. BJPക്ക് അധികാരത്തിൽ ഏറാനാണ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത്. വിവിധ ഭാഗങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലെ അനുഭവങ്ങളും ഷിൻഡെ വിശദീകരിക്കുന്നുണ്ട്. പൂനെയിലെ സിൻഹാദ് കോട്ടയ്ക്ക് സമീപമാണ് ആദ്യ പരിശീലനം നടക്കുന്നത്. അതിലെ ഇൻസ്ട്രക്ടർമാരിൽ VHP അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി മിലിന്ദ് പരാന്തയും ഉണ്ടായിരുന്നു. അവർ ഒളിവിലിരുന്ന് സ്ഫോടനങ്ങൾ സംഘടിപ്പിച്ചു. പോലീസിന്റെ പക്ഷപാതം കാണിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും സഹായത്തോടെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി. ഇത് 2014 BJPയെ അധികാരത്തിലെത്തിച്ചു. രാജ്യത്തുടനീളം അവിശ്വാസം വളർത്താനായി ഇത്തരത്തിൽ വിധ്വംസക ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. സൈന്യത്തിൽ നിന്നുള്ള ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ച കാര്യവും ഹർജിയിലുണ്ട്. പരിശീലന ശേഷം വനപ്രദേശങ്ങളിൽ പോയി ബോംബുകൾ പരീക്ഷിച്ചു. ഹിന്ദുമതം മഹത്തരമാണ്. ഹിന്ദുക്കൾക്ക് ഭീകരതയുമായി ഒത്തുപോകാനാവില്ല. പക്ഷേ VHP, RSS, ബജ്രംഗ് ദൾ എന്നീ സംഘടനകൾ BJPയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിരപരാധികളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കുകയാണ്. RSS മേധാവി മോഹൻ ഭാഗവത്, മുതിർന്ന നേതാവ് ഇന്ദ്രേഷ് കുമാർ, VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാണ്ടെ എന്നിവരെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നുമാണ് ഷിൻഡെ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിങ്ങൾ മയക്കുമരുന്ന് കൊടുത്ത് പ്രലോഭിപ്പിച്ച് സെക്സ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് തുടർന്ന് മതം മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്ന ലവ് ജിഹാദിലൂടെ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ പ്രത്യേക ഗ്യാങ് പ്രവർത്തിക്കുന്നു. ജിഹാദ് ചെയ്യുന്ന യുവാക്കൾക്ക് ബൈക്കും പണവും കൊടുക്കുന്നു എന്നെല്ലാം വിശ്വസിക്കുന്നവരിൽ മുൻ DGPയും മുൻ VCയും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമടക്കം ഉണ്ട് എന്നതും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ അകറ്റി നിർത്താൻ വീട്ടിലെ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ആളുകൾ പോലും ഉണ്ടാക്കപ്പെടുന്ന രീതിയിലേക്ക് RSS അതിനെ പരിവർത്തിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഏത് വിധേനയും സംഘപരിവാർ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നടത്തുമ്പോൾ കോടതിയിൽ ഒരു മനുഷ്യൻ അന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇന്ന് സത്യവാങ്മൂലത്തിലൂടെ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അത് പക്ഷേ വിശ്വസിക്കരുതെന്നും മറ്റു തരത്തിലുള്ള നിലപാടുകളും മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകളും ഇതിന് പിറകിലുണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയുമാണ് RSSും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ RSSന്റെ ഈ മുഖം പുറത്തു വരേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം വ്യവഹാരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.